ഹേ ഗായ്സ് വെൽക്കം. അപ്പോൾ ഇന്ന് ജസ്റ്റ് പുറത്ത് കാട്ടാം. അപ്പോൾ സിമ്പിളായിട്ട് റെഡിയാവാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മോയ്സ്ചറൈസറായിട്ട് ഹിമാലയൻ്റെ അലോവേറ ജെല്ലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ ഈ അടുത്തിടയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു ഗൈസ്, കുഴപ്പമില്ല. അതൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ലിപ് ബാം ആട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഈവനിങ് ആട്ടോ പുറത്ത് പോകുന്നത്. ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ ഞാൻ സ്കിപ്പ് ചെയ്തു. അങ്ങനെ ലിപ് ബാമൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ബ്ലഷ് ആട്ടോ അപ്ലൈ ചെയ്യുന്നത്. ബ്ലഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് അപ്ലൈ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു ലോഡ് വാരിപ്പൊത്തി കൊടുക്കുന്നുണ്ട്. പക്ഷേ ക്യാമറയിൽ ഒട്ടും തന്നെ അറിയാൻ വയ്യ ഗൈസ്, കാരണം ഭയങ്കര ന്യൂഡായിട്ടുള്ളൊരു ബ്ലഷാണ്. അതൊക്കെ അപ്ലൈ ചെയ്തു. പിന്നെ ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ മേളിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐഷാഡോ ആയിട്ടും ബ്ലഷ് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്തത്. പിന്നെ ഞാനിവിടെ ഒരു കാജൽ യൂസ് ചെയ്ത് കണ്ണിൻ്റെ താഴെ മാത്രം എഴുതി കൊടുക്കുകയാണ്. നോർമലി ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുമ്പോൾ കണ്ണിൻ്റെ മേളിലാണ് എഴുതി കൊടുക്കാറ്. പക്ഷേ ഇപ്പോൾ ഞാൻ കണ്ണിൻ്റെ താഴെ മാത്രമേ എഴുതി കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഈ മിറർ ഞാൻ യൂസ് ചെയ്യുന്ന മിറർ കാണാത്തതുകൊണ്ട് എടുത്തേ കേട്ടോ. ഇത് അവിടെ ഇങ്ങനെ പൊടി പിടിച്ച് കിടന്ന മിററാണ്. ഇതിൻ്റെ ഒരു സൈഡിലെ മിററും ഒരു സൈഡിൽ കോമ്പും വരുന്നൊരു സംഭവമാണ്. അങ്ങനെ അതൊക്കെ വെച്ച് ഞാൻ കണ്ണൊക്കെ എഴുതി കൊടുത്തു. അതിനുശേഷം മസ്കാര ആയിട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഡാസ്ലറിൻ്റെ മസ്കാര ആയിട്ടോ, അത്യാവശ്യം കുഴപ്പമില്ല ഗൈസ്, യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു മസ്കാര ആയിട്ടോ. അങ്ങനെ മസ്കാരയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ജസ്റ്റ് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ച്. ഞാൻ അങ്ങനെ ഐബ്രോ നോർമലി ഫില്ല് ചെയ്യാറില്ല, പക്ഷേ ഇന്നും എനിക്ക് ഐബ്രോ ഫില്ല് ചെയ്യാൻ മൂഡ് ഉണ്ടായിരുന്നു. ഐബ്രോ ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഐബ്രോ ഒക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ ലിപ്സ്റ്റിക് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ലിപ്സ്റ്റിക്ക് നമുക്ക് ഗേൾസിന് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പൊതുവേ ഇങ്ങനെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് ആയിരുന്നു യൂസ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഡാസ്ലറിൻ്റെ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക് ആയിട്ട് യൂസ് ചെയ്തത്. അത് യൂസ് ചെയ്ത് ജസ്റ്റ് ലിപ്പ് ലൈൻ പോലെ വരച്ചതിന് ശേഷം ഞാൻ ഉള്ളിൽ ഈ ഡാസ്ലറിൻ്റെ തന്നെ കുറച്ച് ന്യൂഡായിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ക്യാമറയിൽ ഭയങ്കര കളറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നേരിട്ട് ഇത്രയും കളർ ഉണ്ടായിരുന്നില്ലേ. പിന്നെ ഞാൻ ജസ്റ്റ് നമ്മൾ കൈ കൊണ്ടുവന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു പൊട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്കിതുപോലെ ഏത് ഡ്രസ്സ് ഇട്ടാലും പൊട്ട് വേണം ഗൈസ്, അല്ലെങ്കിൽ എന്തോ ഒരു സമാധാനമില്ല. അതിനുശേഷം പൊട്ടൊക്കെ വെച്ചു, കമ്മലൊക്കെ ഇട്ടു. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ആണ് കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പം എത്രയുള്ള ഗൈസ്, ബൈ ബൈ.